നീ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ, അന്നം കൊടുത്തിട്ടില്ലെങ്കിൽ പട്ടിണിയായിരുന്നാലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കണ്ണ് തുടച്ചുകൊണ്ട് അള്ളാന്റെ റസൂൽ ആ ചെറിയ പുരയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു രംഗമുണ്ട്. മറ്റു ഭാര്യമാർ കൂടെ പട്ടിണി തന്നെയായിരുന്നു. പലപ്പോഴും പല സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി ആഗ്രഹിക്കുന്നത് നല്ല കുറച്ച് ഈത്തപ്പഴം കഴിക്കണം എന്നാണ്. മധുരമുള്ള ഈത്തപ്പഴം. മധുരമുള്ള ഈത്തപ്പഴം കിട്ടുക എന്നുള്ളത് ഈ അറേബ്യയിൽ ഒരു വലിയ സംഭവമാണോ? അല്ല. പക്ഷെ പണം വേണം. പണമില്ല എന്ന്, അലിയുടെ കയ്യിൽ പണമില്ല എന്ന് ഫാത്തിമ ബീവിക്ക് അറിയാം. അതുകൊണ്ട് പറഞ്ഞില്ല, അലിയോട് പറഞ്ഞില്ല, മിണ്ടാതെ അങ്ങനെ ഇരുന്നു. ഒരു ദിവസം നട്ടുച്ച നേരത്ത് വെയിൽ കൊണ്ട് വാടിത്തളർന്ന് അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്നു, സലാം പറയുന്നു, ഭക്ഷണം തുറന്നു കൊടുക്കുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഫാത്തിമ ബീവി ഓരോ കാര്യങ്ങൾ പറയുന്നതിനിടയിലാണ് പറഞ്ഞുപോയി, കുറച്ച് ഈത്തപ്പഴം കഴിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ, വേണമെന്നൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹു പ്രിയതമ്മയോട് പറയാണ്, ഫാത്തിമ ഈ ഭക്ഷണം ഒന്ന് അടച്ചു വെക്കുക, ഞാനിപ്പോ വരാന്ന് പറഞ്ഞു. ഭക്ഷണം മുഴുമിപ്പിക്കാതെ അടച്ചു വെച്ച് ആ പൊരി വെയിലിലേക്ക് വീണ്ടും ഇറങ്ങാണ്. ഏറ്റവും നല്ല ഈത്തപ്പഴം കിട്ടുന്ന സ്ഥലത്ത് ചെന്നിട്ട് അതിന് വില ചോദിച്ചു. കൊടുക്കാൻ പണമില്ല. അരപ്പട്ട അഴിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, അതിനെന്താണ് കിട്ടുകയെന്ന് വെച്ചാൽ അത് തന്നോളൂ എന്ന്. അങ്ങനെ ആ ഈത്തപ്പഴമായിട്ട് ഇങ്ങനെ സന്തോഷത്തോടു കൂടി വരികയാണ്. കുറച്ച് ഈത്തപ്പഴം. അപ്പോഴാണ് ഒരു പാവം സഹാബി, വിശന്നൊട്ടിയ വയറുണ്ട്, കണ്ടാൽ തന്നെ അറിയാം, മുഖം ചുളിഞ്ഞു പോയിട്ടുണ്ട്, ചുണ്ടുണങ്ങിപ്പോയിട്ടുണ്ട്. ആ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറയാം, അലി ഭക്ഷണം കഴിച്ചിട്ട് 5 ദിവസമായി, വെറും വെള്ളം കുടിച്ചിട്ടാ ജീവിക്കുന്നത്, വല്ലതുണ്ടോ? ഇവിടെ അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ വീട്ടിൽ വല്ലതുണ്ടോ? ഞാൻ അങ്ങോട്ട് വരാം. വിഷമം കൊണ്ട് ചോദിക്കുകയാണല്ലേ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വേറൊന്നും ആലോചിച്ചില്ല, അതെടുത്ത് കൊടുത്തു. ആ ഈത്തപ്പഴം ആർത്തിയുടെ ആനന്ദം കൊണ്ട് അത് മുഴുവനും കഴിച്ചു ആ മനുഷ്യൻ. അപ്പൊ അലി ആലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും? കയ്യിലില്ല, വേറെന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് വാങ്ങാനുമില്ല. വെറും കൈയോട് കൂടി വരികയാണ് വീട്ടിലേക്ക്. അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ കുറച്ച് ദൂരം തന്നെ കണ്ടു, വന്നു, സലാം പറഞ്ഞു, ഭക്ഷണം തുറന്നു കൊടുത്തു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നടന്ന സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ വാങ്ങിയിരുന്നു ഫാത്തിമ, പക്ഷെ ആ പാവം മനുഷ്യനെ കണ്ടപ്പോൾ ഞാനത് കൊടുത്തു. നമുക്കിവിടെ എന്തെങ്കിലും കഴിക്കാണ്ടല്ലോ, അതുപോലും കഴിക്കാനില്ലാത്തൊരു പാവം മനുഷ്യനാണ് ഞാനത് കൊടുത്തു. ഫാത്തിമ ഒന്നും പറയുന്നില്ല, ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പോയിട്ട് പായയിൽ കിടന്നു അലി റളിയല്ലാഹു അൻഹു. തൊട്ടടുത്ത് വന്ന് കിടന്നു ഫാത്തിമ ബീവി. ഒന്നും പരസ്പരം ഇങ്ങനെ മിണ്ടുന്നില്ല. അപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നിറഞ്ഞ കണ്ണുകളോടുകൂടി പ്രിയതമയോട് ചോദിക്കുകയാണ്, ഫാത്തിമ ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് സങ്കടമുണ്ട്. നീ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി വേറെ വാങ്ങാൻ എൻ്റെ അടുത്ത് നിവൃത്തിയില്ല. നിനക്ക്